കഴിഞ്ഞ 2 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ നിറയെ എഴുത്തുകളാണ്. ആ എഴുത്ത് വേറൊന്നുമല്ല, ഹമാസ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഹമാസ് പിരിച്ചുവിട്ട് മറ്റൊരു സംവിധാനത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ചില എഴുത്തുകൾ വളരെ പേജുകളോളം എവിടെ ഹമാസിനെ പിന്തുണച്ചവർ, അവർ ഇതാ പോകാൻ പോകുന്നു, അവരെ എന്തിനാണ് അവർ ഈ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തത്, അവരെന്തിനാണ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്, അവരെ പിന്തുണച്ചവരെ ഓടിവാഹോ എന്നൊക്കെ പറഞ്ഞ് നെടുവീർപ്പിടുകയും നിശ്വാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ താഴെ വന്ന് ആ വിശ്വാസധാരയിൽ ഇങ്ങനെ ആ അതിർത്തിക്കകത്ത് ജീവിക്കുന്ന സംഘടനാവാദികളും അത് കേട്ട് കൂടെ ഓരിയിടുന്നു, ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാൽ തോന്നുക ഈ ഫേസ്ബുക്കിൽ എഴുതിയ ആൾ ഒരുപാട് സമയം, ഒരുപാട് കാശ്, ഒരുപാട് അധ്വാനം, ഒരുപാട് പ്രാർത്ഥന ഒക്കെ ഹമാസുകാർക്ക് വേണ്ടി ചെയ്ത് അയാളെ ഉൾപ്പെടെ വഞ്ചിച്ചാണ് ഈ ഹമാസുകാർ പോകുന്നത് എന്നൊക്കെ വിചാരിക്കും. സംഗതി അതൊന്നുമല്ല. അന്ന് ഈ പോരാട്ടമൊക്കെ നടക്കുമ്പോഴും മിണ്ടാതിരുന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പരിണിതി കേട്ട്, എന്നാൽ അതൊരവസരമാക്കിയെടുത്ത് ഈ ഹമാസുകാരെ പിന്തുണയ്ക്കുന്ന ഈ കേരളത്തിലുള്ള ബാക്കി ഏതൊക്കെ സംഘടനകളുണ്ടോ അവരെയൊക്കെ ഒന്ന് ചീറ്റിക്കാനും നാറ്റിക്കാനും അതുവഴി മൂലാധാരത്തിന് ഒരു സുഖം കിട്ടാനും വേണ്ടി നടത്തുന്ന ഒരു കുറിപ്പാണിത്. ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ഒളിച്ചിരുന്നവരാണോ? അവര് സുഖവാസത്തിൽ കഴിഞ്ഞിരുന്നവരാണോ? ഇനി അവരാണോ, അവരില്ലെങ്കിൽ, അല്ലെങ്കിൽ അവര് ആണോ ഈ ആളുകളെ കൊന്നതും ഇത്രയും നാളായി ഈ അധിനിവേശമൊക്കെ നടത്തുന്നതും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇറാനെ ആക്രമിച്ചത് എന്തിനാണ്? ഇറാനെ ആക്രമിക്കുന്നതിന് കാരണം ഹമാസ് അല്ലല്ലോ, ആണോ? അല്ല, ഈ ഓരോ രാജ്യങ്ങളിലും വേണ്ട വെനിസുലയിൽ പോയി ആക്രമിച്ചത് എന്തിനാണ്? അവിടെ ഹമാസുകാരുണ്ടായിട്ടാണോ? അപ്പൊ വേട്ടക്കാരുടെ വേട്ടയെക്കുറിച്ച് പറയുന്നതിന് പകരം അതിൽ ഇരയാക്കുന്നവരും ആ ഇരയെന്ന നിലയിൽ ചെറുത്തു നിൽക്കുന്നവരെയും അപമാനിച്ച് സുഖം കണ്ടെത്തുന്ന വൃത്തികെട്ടവന്മാരോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സംഗതി എന്താ? അവർ പിരിച്ചുവിട്ടതും പിന്മാറിയതും ഗസയിലെ നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. ആ സമാധാന ഉടമ്പടി പാലിക്കാത്തവരുടെ പേരെന്താണ്? ഇസ്രയേൽ എന്നാണ്, ഹമാസ് എന്നല്ല. ആ ഉടമ്പടിയുടെ ഭാഗമായി 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എന്നിങ്ങനെ തീരുമാനിച്ചിരുന്നു. അതിന്റെ ആദ്യഘട്ടമായിരുന്നു സമ്പൂർണ്ണ വെടിനിർത്തൽ, സമ്പൂർണ്ണ ആക്രമണം ഇല്ലാതാക്കൽ. സാധ്യമായോ എന്നുവരെ? ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയല്ലേ ഫലസ്തീനികളെ? ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ, നെതന്യാഹുവിന് തോന്നുന്ന ദിവസങ്ങളിൽ. അതുവല്ലവും ഈ പോസ്റ്റ് എഴുത്തുകാരും ഈ കൂലി എഴുത്തുകാരും ഈ കൂവി തോൽപ്പിക്കുന്നവരും ഈ തുപ്പി നാറ്റിക്കുന്നവരും എല്ലാം കാണുന്നുണ്ടോ? മിണ്ടുന്നുണ്ടോ? പിന്നെ അത് 1ാം ഘട്ടം. 2ാം ഘട്ടത്തിലെ വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ഹമാസ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം. അതിനു പകരം നിഷ്പക്ഷമായ ഒരു പുനർനിർമ്മാണ കമ്മിറ്റിയെ കണ്ടെത്തണം. ആ പുനർനിർമ്മാണ കമ്മിറ്റിക്കായിരിക്കും ഈ ഗസ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് അറബ് രാജ്യങ്ങളും ബാക്കിയുള്ളവരും എല്ലാം നൽകുക. അത് ആ കരാറിന്റെ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. ആ കരാറിന്റെ വ്യവസ്ഥ പ്രകാരമാണ് ഹമാസ് രാജിവെച്ചൊഴിയുന്നതും മറ്റൊരു സംവിധാനത്തിലേക്ക് കൈമാറുന്നതും. അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്, അതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്, അതൊരു ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ ഇത്രയും ആക്രമിക്കപ്പെട്ടിട്ടും അവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ വീണ്ടും അതിൽ തന്നെ തുടർന്ന് നിന്ന ആ മനുഷ്യരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഞാൻ അവരെ ഹിംസകളോ പ്രവൃത്തികളെയോ ഒന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ മറുവശത്ത് അതിനേക്കാൾ ഹിംസാത്മകമായ പ്രവർത്തികളെ ചെയ്യുന്നവരെ വെള്ളപൂശാൻ വേണ്ടി ഇവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല ലാഭവും കിട്ടുമോ സംഘടനാ കൂലി എഴുത്തുകാരെ? അതുകൊണ്ട് ചോദിച്ചതാണ്. ഇനി അവരങ്ങില്ലാതായെന്ന് വിചാരിച്ച് ഗസയിൽ നീതി പുലരുവോ? അങ്ങനെ പുലർന്നില്ലെങ്കിൽ എഴുതിയ ആള് കുടുംബവുമായി അവിടെ ചെന്ന് പ്രതിരോധിക്കുമോ? കുന്തമാണ്, കുന്തം. എന്നിട്ടങ്ങ് എഴുതി വലിയ വായിലെ ഹമാസ് രാജിവെച്ചൊഴിഞ്ഞു, എവിടെ ഹമാസിനെ പിന്തുണച്ചവർ എന്നൊക്കെ പറഞ്ഞ് നാണമില്ലാതങ്ങ് ഫേസ്ബുക്കിൽ എഴുതുക. അത് കണ്ട് കുറെ പേര് അതിന്റെ താഴെ വന്ന് ഹൂ 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 വിളിക്കുക.